ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് വീണ്ടും വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. നമ്മൾ ദൈവവചനത്തിൽ നിന്ന് പ്രാരംഭമായി അല്പസമയം നമ്മൾ ചിന്തിക്കാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ ചിന്തിച്ചു വരുന്ന വേദഭാഗത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഈ മാസത്തിൻ്റെ ഒരു വിഷയമായതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ ചില കാര്യങ്ങളും കൂടെ ഓർപ്പിച്ച് തിരുമേശയിലേക്ക് പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ കരുതൽ, ദ ഗോഡ്സ് പ്രൊവിഷൻ എന്ന വിഷയമാണ് നമ്മൾ തുടർമാനമായി സ്തോത്ര ദൈവസന്നിധിയിൽ ധ്യാനിക്കുകയും ചിന്തിക്കുകയും അതിൽ നിന്ന് ആത്മീയ ഉത്തേജനങ്ങൾ പ്രാപിപ്പാനും ഇടയായി തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നമ്മൾ അതിനകത്ത് എന്താണ് ദൈവത്തിൻ്റെ കരുതലെന്ന്, എന്താണ് കരുതലിൻ്റെ ഉറവിടം എവിടെയാണ്, ദൈവിക കരുതലിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അതിൻ്റെ 4 കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം അതിനുള്ള ബന്ധത്തിൽ ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് ഗോഡ്സ് പ്രൊവിഷൻ, ദൈവികമായ കരുതലിൻ്റെ വിവിധ മേഖലകൾ, ആ ഒരു വിഷയം കൂടെ നമ്മൾ ചിന്തിച്ച് നമുക്ക് പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള ബന്ധത്തിൽ നമ്മൾ ആദ്യം കുറിവാക്യമായി വായിച്ചൊരു വാക്യമുണ്ട്. 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യമാണ് നമ്മൾ കുറിവാക്യമായി വായിച്ചത്. ഇന്ന് പകൽക്കാലം വീണ്ടും ആ വാക്യത്തിലേക്ക് ഒന്നുകൂടെ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. 2 പത്രോസ് 1-ന്റെ 3-ാം വാക്യം. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഞാൻ ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് ഗോഡ്സ് പ്രൊവിഷൻ എന്ന വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ഇവിടെ 2 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ജീവന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതൽ. 2, ഭക്തിക്ക് വേണ്ടിയുള്ള ദൈവിക കരുതൽ. എന്താണ് ഭക്തി എന്ന് പറഞ്ഞാൽ? ഗോൾനെസ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഭക്തി എന്ന് പറഞ്ഞാൽ? ജീവനും ഭക്തിക്കും. ജീവൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് 2 നിലയിൽ നമുക്ക് ചെയ്യാം. നിത്യജീവന് വേണ്ടിയാകാം, അതല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവന് വേണ്ടിയുള്ള കരുതലാകാം. എന്നാൽ അടുത്ത ഭാഗം പറഞ്ഞിരിക്കുന്നു, ഭക്തിക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്തു? ദാനം ചെയ്തിരിക്കുന്നു. എന്താ ഈ ഭക്തി? ഭക്തിയുടെ നിർവചനം എന്താ? പറഞ്ഞേ. ഭക്തിയുടെ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഗോഡ്നെസ്? പറഞ്ഞേ പെട്ടെന്ന് പറ. എന്താ ദൈവഭക്തി? ഭക്തിയുടെ നിർവചനം ദൈവത്തോടുള്ള വിശ്വാസം. ഓക്കെ. ദൈവത്തോടുള്ള ഭയം. പിന്നെ എനിക്ക് ഈ പറയുന്ന ഒരു ശബ്ദം പോലും ഇങ്ങോട്ട് വരാറില്ല. ഇനി കേൾക്കാത്തതുകൊണ്ടാണോ അതോ നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ടോ ഒന്നും അറിയാൻ മേല. എന്താ ഭക്തി? അല്ലെങ്കിൽ ഭക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനം എന്തോ കേട്ടില്ല. ഒന്നുകൂടെ പറഞ്ഞേ. Ultimate faith in God. Okay. Yeah. പല ഡെഫിനിഷനൊക്കെ പറയാൻ പറ്റും. ഇപ്പോൾ ഈ നമ്മൾ ഭക്തി, ദൈവഭക്തി എന്നൊക്കെ ഇത്തിരി കേൾക്കാറുണ്ട്. പക്ഷേ എന്തുവാ ഇത് സാധനം? ദൈവഭക്തി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇവിടെ പത്രോസ് പറയുക, അവൻ നമുക്ക് ഭക്തിക്ക് വേണ്ടിയതൊക്കെയും എന്ത് ചെയ്തിരിക്കുന്നു? ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്തു ഭക്തി? കൽപ്പനകൾ അനുസരിച്ച് ഓക്കെ, ഏതാണ്ടൊക്കെ ഇതിലേക്കൊണ്ടൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഓക്കെ, പ്രൈസ് ഗോഡ്. നമുക്ക് വിവിധ നിലകളിൽ അതിനെ യഥാർത്ഥത്തിൽ ദൈവഭക്തിക്ക് ഒരു കറക്റ്റ് ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലും ക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുക. ആ ക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടറിൽ നമ്മൾ ജീവിക്കാൻ, ആ ക്രിസ്തീയമായ സ്വഭാവത്തിൽ വരുവാൻ, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ, ദൈവഭക്തിയോടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിവിധ നിലകളിൽ ആ ക്യാരക്ടർ, ഫ്രൂട്ട്സ് ഓഫ് ദ സ്പിരിറ്റ്, ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ട് വരുന്നതാണ്. അപ്പം ഒരുവന് ഭക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉണ്ടോ എന്ന് അതിൻ്റെ അർത്ഥം അല്ലേ? ദൈവഭക്തിയിലാണോ? അവൻ ഈ യോബിനെ കുറിച്ചാണോ എന്ന് പറയാൻ അവൻ പറയുന്നുണ്ട്, ഭക്തനായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ? ദൈവഭക്തനായിരുന്നു. ദൈവഭക്തന്മാരെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ദൈവഭക്തനായി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവർ, ഗോൾലി ക്യാരക്ടർ, ദൈവികമായ സ്വഭാവത്തിൽ ജീവിക്കുന്നവർ. ഇവിടെ മറ്റാരോ പറഞ്ഞു ദൈവഭയം. യെസ്, റെവറൻസ്,
ദൈവത്തോടുള്ള ഭയമുള്ള ഒരു ജീവിതം. ഇങ്ങനെയൊക്കെ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ പോകാം. ഇത് ദൈവത്തിൻ്റെ കരുതൽ. അങ്ങനെ ജീവിക്കണമെങ്കിൽ ഒരു ദൈവത്തിൻ്റെ കരുതൽ അതിന്മേലുണ്ടാകണം. ദൈവഭക്തിയെക്കുറിച്ച് ഈ ഭക്തിയോടെ വചനത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഭക്തിയോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. ഈ ദൈവഭക്തി ഏതാണ്ട് 16 പ്രാവശ്യം പല ഭാഗങ്ങളിലായിട്ട് പറയുന്നുണ്ട്. ഭക്തിക്കൊത്ത ഉപദേശം എന്ന് പറയുന്നുണ്ട്. 1 തിമോത്തിയോസ് 6:3 ഭക്തിക്ക് ഒത്ത ഉപദേശം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ. അപ്പൊ ഭക്തിക്കൊത്ത ഉപദേശം, അപ്പൊ ദൈവഭക്തിക്ക് അനുസരിച്ചുള്ളതായ ഒരു ഉപദേശം ഉണ്ട്. അപ്പൊ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഈ ഭക്തിക്ക് അനുസരിച്ച് ജീവിക്കാനുള്ള ഉപദേശമാണ്. അപ്പം അതനുസരിച്ച് നമ്മൾ ജീവിക്കണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഭക്തി ഉള്ളവരായിരിക്കണമെന്നാണ്. 2 പത്രോസ് 3:11-12 വായിച്ചേ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കയാൽ ആകാശം ചുട്ടഴുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നതും നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായിരിക്കണം. നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായിരിക്കണമെന്ന് പത്രോസ് ചോദിക്കുന്നുണ്ട്. അവിടെയും ഭക്തിയെക്കുറിച്ചാണ് കാണുന്നത്, അല്ലേ? സ്തോത്രം. അപ്പോൾ ഈ ഭക്തിയുടെ ഒരു ഓപ്പോസിറ്റ് ഉണ്ട്. അതെന്തോന്നറിയാമോ? ഭക്തികേട് അല്ലെങ്കിൽ അഭക്തി എന്നൊക്കെ പറയും, അല്ലേ? തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം. തീത്തോസിൻ്റെ ലേഖനം. തീത്തോസ് എവിടെ താമസിക്കുന്ന അറിയാമോ? പലരും കിടന്ന് വീട് തപ്പുക. അപ്പോൾ തീത്തോസിൻ്റെ വീട് തപ്പുക. കിട്ടിയോ? പലരും ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഓക്കെ. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട്. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും എന്ത് ചെയ്യണം? വർജിക്കണം. അപ്പം ഭക്തിയിൽ ജീവിക്കണം, ഭക്തികേട് എന്ത് ചെയ്യണം? വർജിക്കണമെന്നാണ്. സ്തോത്രം. മറ്റൊരു ഭാഗം പറയുന്നത് ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് എന്തുണ്ടെന്നാ? അല്ല, ഉപദ്രവം ഉണ്ടാവും. ഭക്തിയോട് ജീവിക്കുന്നവർക്ക് എന്തുണ്ടെന്നാ? 2 തിമോത്തിയോസ് 3:12 എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. എല്ലാം. അപ്പൊ താല്പര്യപ്പെടുന്നവർ ഓർത്തോണം എന്തുണ്ടെന്നാ? ദൈവഭക്തിയോടെ ജീവിച്ചാലേ ഉപദ്രവം ഉള്ളൂ. ഹല്ലേലൂയ. അപ്പം നമുക്ക് ഭക്തിയോടെ ജീവിക്കാൻ ഉപദ്രവം വേണോ? ഭക്തിയോടെ ജീവിക്കാൻ തീരുമാനിച്ചാൽ മതി. എന്നാ പിന്നെ വേണ്ട പാസ്റ്ററേ, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്ന് പറയല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഭക്തിയോടെ ജീവിക്കാം. ദൈവഭക്തിയെക്കുറിച്ച് 1 തിമോത്തിയോസ് 4:7-8 വായിച്ചേ. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ഭക്തിവിരുദ്ധമായ എന്താ വേണം? ഈ തിമോത്തിയോസിൽ പറയാ, കയറി നിന്നുകൊണ്ട് ചുമ്മാ കിഴവിക്കഥകൾ മാത്രം പറഞ്ഞു പോകരുത്, ഭക്തിവിരുദ്ധമായ കഥകൾ മാത്രം പറഞ്ഞു പോകരുത്, ഭക്തിക്കൊത്ത ഉപദേശം ജനത്തിന് കൊടുക്കണമെന്നാണ് തിമോത്തിയോസ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഭക്തിവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ട്. ഈ ഭക്തിയിൽ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നുവെന്ന് സ്തോത്രം തീത്തോസിന്റെ ലേഖനത്തിൽ വീണ്ടും കാണുന്നുണ്ട്. 2-ാം അധ്യായം 12-13. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഉണ്ടോ? അപ്പോൾ ഭക്തിയോടെ ജീവിക്കുമ്പോൾ ആ ഭക്തിയിൽ നമ്മൾ പ്രപഞ്ചമോഹങ്ങളെയും ഭക്തിവിരുദ്ധമായ കാര്യങ്ങളെയും വർജിച്ച് ജീവിക്കേണ്ടതിന് നമ്മെ എന്ത് ചെയ്യുന്നു? ശിക്ഷിച്ച് വളർത്തുന്നു. അപ്പോൾ ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് ഭക്തിയോടെ ജീവിക്കണം. ഇനി നമുക്ക് എന്താണ് ഭക്തി? ഇവിടെ നമ്മൾ കർത്താവ് വാക്യം വായിച്ചതോ, നിങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു? കർത്താവ് കരുതിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ കരുതലിൻ്റെ വിവിധ ഏറികളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഏത് മനുഷ്യനുള്ള ബന്ധത്തിൽ, ദൈവത്തിൻ്റെ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ
തൻ്റെ ജനത്തോടുള്ള ബന്ധത്തിൽ 3 ഏരിയയിലുള്ളതായ ദൈവിക കരുതലുകളെ നമുക്ക് കാണാൻ കഴിയും. 3 areas of God's provision. ഓക്കെ, നമ്പർ 1, ഒന്നാമത്തെ കാര്യമാണ് മനുഷ്യൻ്റെ ഭൗതികമായ ആവശ്യങ്ങളുള്ള ദൈവിക കരുതൽ, അല്ലെങ്കിൽ ദ മെറ്റീരിയലിസ്റ്റിക് ആസ്പെക്ട്സ്. അതാണ് കഴിഞ്ഞ 2-3 ആഴ്ചകളായി നമ്മൾ കേട്ടുവന്നത്. മനുഷ്യൻ്റെ ഭൗതിക മണ്ഡലങ്ങളിലുള്ളതായ ദൈവിക കരുതലുകൾ, ദൈവം എങ്ങനെ ജനത്തെ കരുതി, എങ്ങനെ പോഷിപ്പിച്ചു, കഴിഞ്ഞ ആഴ്ചയിൽ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് ദൈവം അവരെ നടത്തിയത്, അവർക്ക് വേണ്ടി കരുതിയ കരുതലുകൾ, ഇറച്ചി ഇല്ലാത്തടത്ത് ഇറച്ചി കൊടുത്തത്, വെള്ളമില്ലാത്തടത്ത് വെള്ളം കൊടുത്തത്, സ്തോത്രം, വഴി ഇല്ലാത്തടത്ത് വഴി തുറന്നത്, ഇതെല്ലാം കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ ചിന്തിപ്പനിടയായി. ഇതെല്ലാം മനുഷ്യൻ്റെ ഭൗതികമായ ആവശ്യങ്ങളുമേലുള്ള ദൈവിക കരുതലുകളാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതാണല്ലോ പ്രത്യേകിച്ച് നമുക്കറിയാം മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ വേണ്ടുള്ള ദൈവിക കരുതൽ. എന്താണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ? എന്തൊക്കെയാ? പാർപ്പിടം, വസ്ത്രം, ആഹാരം. പിന്നെ നമുക്ക് പിന്നെ ലിസ്റ്റ് പുറകിൽ വേറെയും കൊണ്ട് പോട്ടെ, അത് ഉണക്കട്ടെ. അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്കുള്ള ദൈവിക കരുതലുകളെ കുറിച്ചാണ് നമുക്ക് അവിടെ കാണുന്നത്. രണ്ടാമത്തെ കരുതൽ എന്ന് പറയുന്നത് ദ ഇമോഷണൽ പ്രൊവിഷൻസ്, മാനസികമായ അവസ്ഥയിലുള്ള ദൈവിക കരുതൽ. ഇത് നമുക്ക് ആവശ്യമുണ്ടോ? മാനസികമായ, അല്ലേ? സ്തോത്രം. രണ്ടാമത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇമോഷണൽ ആയിട്ടുള്ള ദൈവിക കരുതൽ, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കരുതലാണ് സ്പിരിച്വൽ പ്രൊവിഷൻസ്. അപ്പം 3 കരുതലുകൾ കാണാം. 1 മെറ്റീരിയലിസ്റ്റിക് പ്രൊവിഷൻ, നമ്പർ 2 ഇമോഷണൽ പ്രൊവിഷൻ, നമ്പർ 3 സ്പിരിച്വൽ പ്രൊവിഷൻ. ഈ 2 കാര്യങ്ങളും കൂടെ നമ്മൾ പെട്ടെന്ന് ചുരുക്കം വാക്കുകളിൽ ചിന്തിച്ചിട്ട് വേഗത്തിൽ മുന്നോട്ട് പോകുക. അപ്പോൾ ഒന്നാമത്തെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. 2-3 കാര്യങ്ങളാണ് ഇന്ന്. ഈ 3 കാര്യങ്ങളെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഭാഗം ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിച്ചാൽ ഈ 3 കരുതലുകളെയും മനുഷ്യൻ്റെ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഞാനത് ഒന്ന് ടച്ച് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുക. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ദൈവം ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, അവനെ ഏദൻ തോട്ടത്തിൽ ആക്കുവാനിടയായി, അല്ലേ? അപ്പം ഒന്നാമത്തെ മനുഷ്യന് വേണ്ടിയുള്ള ദൈവിക കരുതൽ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട്, മനുഷ്യ സൃഷ്ടിക്കുക മാത്രമല്ല, സൃഷ്ടിച്ചിട്ട് അവന് വേണ്ടി എന്തുണ്ടാക്കിയെന്നറിയാമോ? ഒരു തോട്ടമുണ്ടാക്കി. അങ്ങനെയല്ലേ? 2-ാം അധ്യായം 7-8 വാക്യം വായിച്ചേ. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അനന്തരം യഹോവയായ ദൈവം അനന്തരം ദൈവമായ യഹോവ കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. ആർക്ക് വേണ്ടിയാ? താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ, സൃഷ്ടിച്ച മനുഷ്യനെ. അപ്പൊ ശ്രദ്ധിച്ചേ, ദിസ് ഇസ് എ ഫിസിക്കൽ മെറ്റീരിയലിസ്റ്റിക് പ്രൊവിഷൻ. മനുഷ്യനുള്ള ബന്ധത്തിൽ അവൻ ആദ്യം ആവശ്യമായിരിക്കുന്നത് പാർപ്പിടമായിരുന്നു. അപ്പൊ തോട്ടമുണ്ടാക്കി മനുഷ്യനെ അവിടെ പാർപ്പിച്ചു, അല്ലേ? ഒന്നാമത്തെ കരുതൽ. രണ്ടാമത്തെ കരുതലാണ് മനുഷ്യനത് വേണം, ഭക്ഷണം വേണം. ഓക്കെ, അവിടെ ദൈവം എന്താ ചെയ്തേ? കാണാൻ ഭംഗിയുള്ളതും അല്ല, അതിന്റെ 16-ാം വാക്യം. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. അല്ല, അവിടെ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. മതി. സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. അപ്പോ കണ്ടോ, 1 പാർപ്പിടം ഒരുക്കി, 2 ഭക്ഷണം ഒരുക്കി. ഓക്കെ, മൂന്നാമത്തെ ദൈവത്തിന്റെ കരുതൽ അവിടെ കാണാം. എപ്പോഴാണെന്നറിയാമോ? സ്തോത്രം. മൂന്നാമത്തെ കരുതലാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത്. അവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്? അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അപ്പൊ അവിടുത്തെ കരുതൽ എന്താ? ഞാൻ അവന് തക്കതായ ഒരു തുണയുണ്ടാക്കി. മതി. അവിടുത്തെ എന്താ വിഷയം? എന്താ ഇവിടുത്തെ വിഷയം? ഇമോഷണൽ ആണ്. കാരണം ലോലിനെസ്, ഏകാന്തത മാറ്റാൻ ദൈവം എന്ത് ചെയ്തു? തക്ക തുണയെ കൊടുക്കുക. അപ്പൊ ഓർത്തോ സഹോദരന്മാരെ, എന്തിനാ തന്നേന്ന് അറിയാമോ? ഉള്ള സ്വസ്ഥത പോക്കാൻ വേണ്ടിയല്ല. സ്തോത്രം. നിങ്ങളുടെ ലോലിനെസ് മാറ്റാൻ വേണ്ടിയാ, നിങ്ങളുടെ ഏകാന്തത മാറ്റാൻ വേണ്ടി തക്ക തുണയെ ദൈവം തന്നു. അപ്പോൾ അത് ഇമോഷണൽ പ്രൊവിഷനാണ്. അപ്പോൾ മനുഷ്യന്റെ 3 നിലയുള്ള പ്രൊവിഷൻ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ടു. ഏതൊക്കെയാ മക്കളമാരെ? ഏതൊക്കെയാ 3 പ്രൊവിഷൻ? ഏതൊക്കെയാ? മെറ്റീരിയലിസ്റ്റിക്,
ഇമോഷണൽ, സ്പിരിച്വൽ. ഏദൻ തോട്ടത്തിലുള്ള ബന്ധത്തിൽ, ആദാമിന്റെ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ എന്തൊക്കെയാണ് കണ്ടത്? ഒന്നാമത് അവന് തോട്ടം, പാർക്കുവാനുള്ള തോട്ടം. 2 ഭക്ഷിപ്പാനുള്ള ഫലം. 3 എന്തുവാ? ഇമോഷണൽ എന്തുവാ കൊടുത്തേ? വൈഫ് അവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞത് അവന്റെ ഏകാന്തത മാറ്റി. അവിടെ വിഷയം, ഇമോഷണൽ വിഷയത്തിലേക്ക് വരുന്നേ. അവന്റെ ഏകാന്തത മാറ്റി. ഓക്കെ, അപ്പോൾ ഈ 3 മണ്ഡലങ്ങളിലും ദൈവത്തിന്റെ കരുതലുകൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ദ ഇമോഷണൽ പ്രൊവിഷൻ ഓഫ് ഗാഡ്. അതാണല്ലോ അതിൻ്റെ 18-ാം വാക്യം വായിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അപ്പോൾ ഏകാന്തത മാറ്റുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആവശ്യം. തിരുവചനം പഠിക്കുമ്പോൾ മനുഷ്യൻ്റെ മാനസികമായ അവസ്ഥയെക്കുറിച്ച് കരുതലുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. എത്രമാത്രം നിങ്ങളുടെ ഭൗതികമായ, നിങ്ങളുടെ മെറ്റീരിയൽസ്, നിങ്ങൾക്ക് എത്രമാത്രം പാർപ്പിടം ആവശ്യമാണോ, എത്രമാത്രം ഭക്ഷണം നിങ്ങൾക്ക് ആവശ്യമാണോ, അങ്ങനെ ദൈവത്തിന് കരുതലുള്ളത് പോലെ തന്നെ നമ്മുടെ മാനസികമായ വിഷയങ്ങളെക്കുറിച്ചും കർത്താവിന് കരുതലുണ്ട്. സ്തോത്രം. തിരുവചനം പഠിക്കുമ്പോൾ അതിന് തക്കതായ ഒത്തിരി വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യൻ്റെ ഭൗതികമായ വിഷയങ്ങളെക്കുറിച്ച്, ഉള്ള കരുതലിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. സകലത്തിനും വേണ്ടി ദൈവം കരുതുമ്പോൾ നമ്മൾക്ക് വേണ്ടിയും ദൈവം കരുതാതിരിക്കുമോ എന്നുള്ള വാക്യങ്ങളൊക്കെ കാണാം. അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള ദൈവത്തിൻ്റെ പ്രൊവിഷൻ ശ്രദ്ധിച്ചു നോക്കിയേ. എന്തൊക്കെയാ നിങ്ങളുടെ ചിന്തയിൽ കർത്താവ് കൊടുക്കുന്ന ഇമോഷണൽ ഏരിയയിലുള്ളതായ പ്രൊവിഷൻസ് എന്തൊക്കെയാ? ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ അറിവിലുള്ളത് പറ. താങ്ക് യു. പറഞ്ഞേ. ഇമോഷണൽ ഏരിയ ഏതൊക്കെയാ? ഒരു മനുഷ്യന്റെ മാനസികമായ ആവശ്യങ്ങൾ. യെസ്, കറക്റ്റ്. അവിടെ ആരോ പറഞ്ഞു, എന്താ? സമാധാനം വേണോ? ഇതെന്തുവാ? സ്തോത്രം. ഞാൻ 1-2 കാര്യങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യമാണ് റെസ്റ്റ്, സ്വസ്ഥത. അല്ലേ? സ്വസ്ഥത വേണ്ടേ? ജീവിതത്തിൽ എല്ലാം ഉണ്ട്, സ്വസ്ഥത ഇല്ലെങ്കിലോ? ഒത്തിരി പേര് അങ്ങനെ ജീവിക്കുന്നുണ്ട്. എല്ലാ സുഖസൗകര്യങ്ങളുണ്ട്, പക്ഷേ ജീവിതത്തിൽ സ്വസ്ഥതയില്ല. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത നൽകി തരാം. ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത നൽകുന്ന ദൈവം. ഇന്ന് പകൽക്കാലം ഓർത്തോണം, ജീവിതത്തിൽ എല്ലാ അനുഭവങ്ങളുണ്ടെങ്കിലും ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ there's a God's provision. കർത്താവ് പറയുക, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. മോശയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്നേ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 14-ാം വാക്യം. അതിനവൻ, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ദ റെസ്റ്റ് എന്ന് ചില പേഴ്സണലി റെസ്റ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് റെസ്റ്റ് നൽകും, സ്വസ്ഥത നൽകും. ഹല്ലേലൂയ. 1 തിമോത്തിയോസ് 2-ന്റെ 1-ാം വാക്യം വായിച്ചേ. 2 Timothy chapter 2 verse 1. അവിടെ സ്വസ്ഥത തിരുങ്ങുന്ന ഒരു വാക്യം 2-ന്റെ 1. 1 തിമോത്തി 2-ന്റെ 1. ഓക്കെ. ആ വാക്യം ഏതാ? 1 തിമോത്തിയോസ് 2-ന്റെ 1-ാം വാക്യം. ഒന്ന് ഉറക്കെ വായിച്ചേ. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനവും സ്വസ്ഥതയുമുള്ള ജീവിതം കഴിക്കേണ്ടതിന്. ഓക്കെ, ശ്രദ്ധിച്ചേ. അപ്പം ഭൗതികമായ മണ്ഡലം ദൈവത്തോട് ചോദിക്കുമ്പോൾ തന്നെ ദൈവത്തോട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവേ, എന്ത് തരണേ? ഇന്ന് നമ്മൾ പലപ്പോഴും മെറ്റീരിയൽസിന് പുറകെ പോകുക. വീട് വന്നാൽ മതി, കർത്താവേ വീട് തരണം, ജോലി തരണം, ഇതെല്ലാം വഴി. പക്ഷേ ഇതെല്ലാം അനുഭവിച്ചിട്ട് ജീവിതത്തിൽ സ്വസ്ഥതയില്ലെങ്കിലോ? സ്തോത്രം. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ പ്രൊവിഷനാണ്. സ്വസ്ഥത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രൊവിഷനാണ്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിച്ച് പോകുന്നില്ല, ഞാൻ വേഗത്തിൽ പോകാം. 2-ാമത്തെ കാര്യമാണ് ആശ്വാസം. അല്ലേ? കംഫോർട്ട് ഇസ് എ ഗോഡ്സ് ഇമോഷണൽ പ്രൊവിഷനാണ്. അല്ലേ? സ്തോത്രം. ആശ്വാസം. 2 കൊരിന്ത്യർ 1-ന്റെ 4-ാം വാക്യം. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു
കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ആമേൻ. ഞങ്ങൾ മതി മതി മതി. കർത്താവ് അങ്ങോട്ട് വായിച്ചു, അവിടെ പറയുന്നുണ്ട്. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അപ്പൊ ഈ ആശ്വാസം നൽകുന്നത് എവിടുന്നാ ലഭിക്കുന്നേ? ദൈവത്തിനു മാത്രമേ ആശ്വാസം. ലോകത്തിൽ ആശ്വാസം തരുവാൻ നമുക്ക് കഴിയാതിരിക്കുമ്പോൾ ജീവിതത്തിന്റെ ചില വഴിത്താരകളിൽ, ചില സന്ദർഭങ്ങളിൽ ആർക്കും നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷെ അവിടെ നമുക്ക് ലഭിക്കുന്ന ആശ്വാസം ദൈവത്തിന് മാത്രമേ തരാൻ കഴിയത്തുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം തരുന്നതാണ് ആശ്വാസം എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, ഞാൻ പറഞ്ഞു വിഷയങ്ങൾ മാത്രം പറഞ്ഞു പോകുക. മൂന്നാമത്തെ കാര്യമാണ് സമാധാനം. സമാധാനം ആർക്കാ തരാൻ പറ്റുന്നേ? മനുഷ്യന് തരാൻ പറ്റുമോ? പറ്റത്തില്ല. സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. ജീവിതത്തിൽ എല്ലാം അനുഭവിക്കുന്നുണ്ട്. ജീവിതത്തിൽ കുടുംബമുണ്ട്, സ്തോത്രം, പണമുണ്ട്, വീടുണ്ട്. പക്ഷേ എന്തില്ല? സമാധാനമില്ല. സമാധാനം വില കൊടുത്ത് മേടിക്കാൻ പറ്റുന്നില്ല. എന്നാൽ പോയി കുറച്ച് സമാധാനം മേടിക്കാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ വീട് മേടിക്കാം, ആഹാരം മേടിക്കാം, വസ്ത്രം മേടിക്കാം, വില കൂടിയ വസ്ത്രം മേടിക്കാം. പക്ഷേ സമാധാനം പൈസ കൊടുത്ത് മേടിക്കാൻ കിട്ടത്തില്ല. ഇത് ദൈവത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്. ഇറ്റ്സ് എ ഗോഡ്സ് പ്രൊവിഷൻ. ഇത് ദൈവത്തിന്റെ കരുതലാണ് സമാധാനം എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. സമാധാനം ഫിലിപ്പിയ ലേഖനം 4:7 വാക്യം. ഫിലിപ്പിയ ലേഖനം 4:7. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ നിങ്ങളുടെ ഹൃദയങ്ങളെ കാക്കുന്ന ഒന്നാണ് ദൈവസമാധാനം. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ സമാധാനം അനുഭവിക്കാൻ കഴിയാതിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറയണം, കർത്താവേ, നിന്റെ സമാധാനത്താൽ എൻ്റെ ഹൃദയം നിറയ്ക്കണമേ എന്ന്. സ്തോത്രം. കാരണം യഥാർത്ഥമായ സമാധാനം, നിത്യ സമാധാനം ദൈവത്തിൽ നിന്ന് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്ത കാര്യമാണ് സന്തോഷം അല്ലേ? സ്തോത്രം. എവിടുന്നാ സന്തോഷം ലഭിക്കുന്നത്? ഹല്ലേലൂയ. ഈ ലോകത്തു നിന്ന് ലഭിക്കുന്ന സന്തോഷമൊന്നും നിത്യമായ സന്തോഷമല്ല. പക്ഷെ നിലനിൽക്കുന്ന സന്തോഷം നൽകുവാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 16:24 വാക്യം. ഇന്ന് വരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്ന്. അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും. സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതും എന്താണ്? ഹല്ലേലൂയ, ഒരു ദൈവികമായ ഇമോഷണൽ ഗോഡ്സ് അഷ്വറൻസ് ഫോർ ദി ആങ്സൈറ്റിന്മേലുള്ളതായ ദൈവത്തിന്റെ അഷ്വറൻസ് ഈസ് അനദർ ഏരിയ ഓഫ് ഗോഡ്സ് ഇമോഷണൽ പ്രൊവിഷൻസ് അല്ലേ? സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഫിലിപ്പിയ ലേഖനം 4:6-7 ആ ഭാഗത്ത് നമ്മൾ വായിച്ചല്ലോ. എന്ത് വായിച്ചിരിക്കുന്നത്? നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കാത്ര വേണ്ടേ? ഈ അഷ്വറൻസ് ആർക്കാ തരാൻ പറ്റുന്നേ? ദൈവത്തിനാ. ഈ അഷ്വറൻസ് ഇതെന്ന് പറയുന്നത് ഒരു ഇമോഷണൽ പ്രൊവിഷനാണ്, നമുക്ക് നൽകുന്ന ഒരു വാഗ്ദത്തമാണ്, ഉറപ്പാണ്. അപ്പോൾ പ്രധാനമായും ഇമോഷണൽ പ്രൊവിഷനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോയ സമയമില്ലല്ലോ. അടുത്ത അവസാനത്തെ കാര്യമാണ് സ്പിരിച്വൽ പ്രൊവിഷൻ, ആത്മീയ മണ്ഡലത്തിലുള്ള ദൈവത്തിൻ്റെ കരുതൽ. ഒരു കാര്യം പറയാം, മനുഷ്യ ജീവിതത്തിൽ ദൈവം കരുതിയ ഏറ്റവും വലിയ കരുതൽ മനുഷ്യൻ്റെ ആത്മീയ മണ്ഡലത്തിലുള്ള കരുതലാണ്. ബാക്കി ഒന്നിനും കർത്താവിന് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, കർത്താവിന് പ്രയാസമില്ല. കർത്താവ് അതോട് ചേർന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ആത്മീക മണ്ഡലത്തിന് ആവശ്യമായിരിക്കുന്ന ഏറ്റവും വലിയ കരുതൽ എന്തായിരുന്നെന്നറിയാമോ? നമുക്ക് വേണ്ടി കരുതിയ ഏറ്റവും വലിയ കരുതൽ ഏതായിരുന്നെന്നറിയാമോ? നമ്മുടെ ആത്മീക ജീവിതത്തിന് വേണ്ടി കർത്താവ് കരുതിയ ഏറ്റവും വലിയ കരുതൽ കാൽവരി മരണം. കർത്താവായ പുത്രനായ യേശുക്രിസ്തുവിനെ നമുക്ക് നൽകിയതാണ് ഏറ്റവും വലിയ കരുതൽ എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. മനുഷ്യവർഗത്തിന്റെ നമുക്കറിയാം, നമുക്ക് നമ്മുടെ ആത്മീക ജീവിതത്തിന് വേണ്ടിയുള്ള ദൈവിക കരുതൽ, ഹല്ലേലൂയ, അല്ലയോ, ഏറ്റവും വലിയ കരുതൽ എന്ന് പറയുന്നത്, നമുക്ക് നൽകിയ ദാനം എന്ന് പറയുന്നത് തൻ്റെ സ്വന്തം പുത്രനെയാണ്. അതുകൊണ്ടാണ് പൗലോസ് ചോദിച്ചത്, സ്വന്തം പുത്രനെ നൽകിയവൻ അവനോടുകൂടെ
സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഓർത്തോണം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടി ദൈവം കരുതിയത് സ്വന്തം പുത്രനെയാണ്. അവനെ വേണ്ടി നമുക്ക് കരുതിയെങ്കിൽ അതോടുകൂടെ സകലതും ദൈവത്തില്ല നൽകാതിരിക്കുമോ എന്നാണ് സ്തോത്രം ഹല്ലേലൂയ ചോദിക്കുന്നത്. ഇതുവരെ ഹല്ലേലൂയ നമ്മൾ ചിന്തിച്ചതെല്ലാം, നമ്മൾ ഇത്രയും ഭാഗം ചിന്തിച്ചത് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളായാലും ഭൗതികമായ കാര്യങ്ങളായാലും ഇതെല്ലാം മനുഷ്യന്റെ പുറമേയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കരുതലാണ്, അല്ലേ? പാർപ്പിടം, വസ്ത്രം, ഇതെല്ലാം മനുഷ്യൻ നമ്മുടെ ഈ ശരീരത്തിന് വേണ്ടിയുള്ള കരുതലാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ദൈവം കരുതുന്ന ഒരു കരുതലാണ് നമ്മുടെ അകത്തെ മനുഷ്യന് വേണ്ടിയുള്ള കരുതൽ. ആമേൻ. നമ്മൾ പലപ്പോഴും ഒത്തിരി താല്പര്യപ്പെടുന്നതും ഒത്തിരി കൺസേൺ ആയിരിക്കുന്നത് നമ്മുടെ പുറമേയുള്ള മനുഷ്യന് വേണ്ടിയുള്ള കരുതലിന് വേണ്ടിയാ, അല്ലേ? ആണോ? നിങ്ങളുടെ പ്രയോറിറ്റി ഏതിനു വേണ്ടിയാ? നിങ്ങളുടെ പ്രയോറിറ്റി, ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന ഏത് കരുതലിനാണ്? നമ്മുടെ പുറമേ ഉള്ള മനുഷ്യന് വേണ്ടിയാണോ അതോ അകത്തെ ഉള്ളതേ പറയാമോ, കള്ളത്തരം പറയരുത്, അകത്തെ മനുഷ്യൻ്റെ കരുതലിന് വേണ്ടിയാണോ? വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി? എന്തിനു വേണ്ടി നിങ്ങൾ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്? ഒന്നുമില്ല. നിങ്ങൾ ഒരു ഉത്തരവില്ലേ, രണ്ട് ഉത്തരവില്ലേ? ഏതിനു വേണ്ടിയാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുത്തേക്കുന്നേ? അങ്ങ് പറയുന്നതിന് മടിക്കൊന്നും വേണ്ട. നമ്മളെ പുറമേ ഉള്ള, നമ്മൾ ഈ ഒരാഴ്ച 7 ദിവസം കിട്ടുന്നത് മുഴുവൻ എന്തിനു വേണ്ടിയാ? പുറമേ ഉള്ളതിന് വേണ്ടിയാ. ജോലിക്ക് പോകുന്ന ആർക്ക് വേണ്ടിയാ? എന്നാൽ അകത്തെ മനുഷ്യൻ ഒന്ന് പുഷ്ടിപ്പെട്ടോട്ടെ, എന്നാൽ ഞാൻ പോയി രണ്ട് എക്സ്ട്രാ ജോലി ചെയ്യാമെന്ന് വിചാരിക്കുമോ? ഇല്ലല്ലോ, ഇല്ല. സ്തോത്രം. ഈ ജോലി ചെയ്യുന്നത്, കഷ്ടപ്പെടുന്നത് എല്ലാം പുറമേ ഉള്ള മനുഷ്യന് വേണ്ടിയാ. സ്തോത്രം. ഇതെല്ലാം പുറമേ ഉള്ള, പക്ഷേ അകമേ ഉള്ളവന് വേണ്ടി എത്രമാത്രം നാം കരുതുന്നുണ്ട്? കർത്താവ് കരുതിയ അകമേ ഉള്ള മനുഷ്യന് വേണ്ടിയുള്ളതാണ് ഏറ്റവും വലിയ കരുതൽ എന്ന് പറയുന്നത്. പുറമേ ഉള്ളതിനെ കുറിച്ച് കർത്താവ് വിഷയമല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സ്തോത്രം, ഈ മണ്ണിൽ ദ്രവിച്ചു പോകുന്ന ശരീരത്തിന് വേണ്ടി നിങ്ങൾ വ്യാകുലപ്പെടേണ്ട, നശിക്കാത്ത ഒരാത്മാവിന് വേണ്ടി നിങ്ങൾ വ്യാകുലപ്പെടണം. സ്തോത്രം. അപ്പൊ കാരണം കർത്താവിന് മുന്നേ കൺസേൺ കൊടുത്തത്, ഇമ്പോർട്ടന്റ് കൊടുത്തത് നമ്മുടെ അകത്തെ മനുഷ്യന് വേണ്ടിയാ. ഹല്ലേലൂയ. അപ്പോ നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നത് ആർക്ക് വേണ്ടിയാ? ഉള്ളതേ പറയാവൂ. നമ്മൾ ദൈവത്തോട്, നമ്മൾ ഈ ഒരാഴ്ച പ്രാർത്ഥിച്ചവരുടെ കാര്യം ഒന്ന് വരത്തേക്ക്, ഇനി അതറിയട്ടെ മുന്നേ. ഈ ഒരാഴ്ചയിൽ പ്രാർത്ഥിച്ചവർ സ്വന്തമായി വീട്ടിലോ ഭവനത്തിലോ എപ്പോഴെങ്കിലും നിങ്ങളുടെ കരം ഒന്ന് കാണാൻ വേണ്ടിയാ. പ്രാർത്ഥിക്കാതെ ആരും കൈവോക്കല്ലേ? ഓക്കെ, നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചു. ഈ ഒരാഴ്ചയിൽ നിങ്ങൾ എന്താ പ്രാർത്ഥിച്ചേ? നിങ്ങൾ എന്താ പ്രാർത്ഥിച്ചേ? ആത്മീയവും ഭൗതികവും. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ കൂടുതലും പ്രാർത്ഥിക്കുന്നത്, കർത്താവെ ഈ ആഴ്ച സുഖത്തോടെ ആരോഗ്യത്തോടെ, കർത്താവെ അപകടങ്ങൾ വരാതെ സൂക്ഷിക്കണേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കണേ, ജോലിയിൽ പിന്നമ്പരൊന്നും തെറിച്ചു പോകല്ലേ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകല്ലേ, യാത്രയിൽ അപകടങ്ങളൊന്നും വരല്ലേ, പിന്നെ വേറെ എന്തുവാ പറഞ്ഞോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പറഞ്ഞതേ. എന്താ? പാസ്റ്ററെ കാത്തോ. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവർക്കായ സ്തോത്രം. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഈ ഒരാഴ്ച മുഴുവനും നമ്മുടെ പ്രാർത്ഥന പകുതിക്കുള്ളും വേണ്ട, ഒരു 75% പുറമെ, അല്ലേ? നിങ്ങൾ 75% ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാ. കർത്താവ്, എൻ്റെ ആത്മീക ജീവിതത്തെ ഒന്നും കൂടെ ഒന്ന് പണിയണേപ്പാ. എത്ര പേര് പ്രാർത്ഥിച്ചു? എൻ്റെ സ്പിരിച്വൽ ലൈഫ് ഈ കഴിഞ്ഞ ഒരാഴ്ച ജീവിച്ചതിനേക്കാളും ഒന്നുകൂടെ കർത്താവിനോടൊന്ന് അടുത്ത് ജീവിപ്പാൻ കർത്താവെ ഒന്ന് സഹായിക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിച്ചു? കർത്താവെ, എൻ്റെ ആ ദൈവത്തോട് അടുക്കാൻ കഴിയാതിരിക്കുന്ന എൻ്റെ സ്വഭാവം ഉണ്ടല്ലോ, അതിനൊക്കെ ഒന്ന് വിടാൻ ഒന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചോ? എന്നെ പിൻപറ്റുന്ന ചില പാപമുണ്ടല്ലോ, അതിനൊന്ന് വിടാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചോ? നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ ചോദിക്കുന്നത് പുറമേ ഉള്ള മനുഷ്യൻ്റെ സുഖത്തിന് വേണ്ടി, മനുഷ്യൻ്റെ പ്ലഷറിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടിയൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഓടുന്നതും അധ്വാനിക്കുന്നതും, അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ചോദിക്കുന്നതൊക്കെ കർത്താവ് തരുന്നുണ്ട്. കാരണം അവൻ്റെ മക്കളായതുകൊണ്ട് കർത്താവ് തരുന്നുണ്ട്. പക്ഷേ എത്രമാത്രം അകത്തുള്ള മനുഷ്യന് വേണ്ടി പലപ്പോഴും നാം ചോദിക്കാതെ തന്നെ
കർത്താവ് തരുന്നത് ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. ചോദിക്കാതെ കർത്താവ് എത്രയോ തരുന്നില്ലേ? രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഇന്ന് ശ്വസിക്കാനുള്ള ഓക്സിജൻ നീ എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പ്രാർത്ഥിച്ചോ? കർത്താവെ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേൽക്കുക, ഇന്നത്തെ പകൽക്കാലമുള്ള ഓക്സിജൻ എനിക്ക് ഇന്ന് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ചോദിച്ചിട്ടാണോ വന്നേ? രാവിലെ മുതൽ വൈകിട്ട് വരെയും പിടിച്ചു കയറ്റുമല്ലോ അല്ലേ? ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ ചോദിക്കാതെ കർത്താവ് തരുന്നതാണ്. പക്ഷെ നമ്മൾ നന്ദിയില്ലാത്തവരാണെന്നും വേറൊരു സൈഡ്, അത് പോട്ടെ. സ്തോത്രം. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ ചോദിക്കാത്തതും കൂടെ കർത്താവ് നമുക്ക് നൽകി തരുന്നുണ്ട്. ദൈവം സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ വായു നമ്മൾ ചോദിക്കത്തില്ല. ആഹാരം ഓക്കെ, കർത്താവെ ഇന്ന് രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരണേ എന്ന് പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഇന്ന് രാവിലെ ഫാസ്റ്റിങ്ങാ, ഓക്കെ സ്തോത്രം. ഉച്ചയ്ക്ക് വീട്ടിൽ ചെല്ലുമ്പം കർത്താവ് ഉച്ചയ്ക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ആഹാരം തരണേന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ആരും പ്രാർത്ഥിക്കാറില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആരെങ്കിലും കർത്താവെ ഇന്ന് ഞാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് വീട്ടിൽ ഭക്ഷണം കിട്ടണേന്ന്. കാരണം ഇതെല്ലാം ദൈവം തന്നിരിക്കുക. ഇതിനൊന്നും പ്രത്യേകിച്ച് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാറില്ലെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റും, കിട്ടിയതിന് നന്ദി പറയാൻ പറ്റും. സ്തോത്രം. അതാ കർത്താവിന് വിഷമം. അത് പറഞ്ഞില്ലെങ്കിൽ ആ കർത്താവിന് വിഷമം. ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം മനുഷ്യൻ്റെ കരുതൽ. അപ്പോൾ ഒന്നാമത്തെ കരുതൽ എന്ന് പറയുന്നത് ആത്മീക ജീവിതത്തിൻ്റെ പ്രധാനമാണ്. നമ്മുടെ പുറമേയുള്ള മനുഷ്യനേക്കാൾ ഉപരി അകത്ത മനുഷ്യൻ ബലപ്പെടണം. അതിനുവേണ്ടിയുള്ള കർത്താവിൻ്റെ കരുതൽ ഒന്നാമത്തെ കാര്യമാണ് സ്വന്തം പുത്രനെ നൽകിയത്. യോഹന്നാൻ 3:16 വാക്യത്തിൽ പറയുന്നുണ്ട്. സ്തോത്രം. ലോകത്തെ വായിച്ചേ 1:3-16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നൽകുവാൻ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അവിടെ നിൽക്കട്ടെ എന്നെ സ്നേഹിച്ചെന്ന് പറഞ്ഞേ. സ്തോത്രം. ഹല്ലേലൂയ. സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണം എന്നെ സ്നേഹിച്ചു. കണ്ടോ? അതാ ദൈവത്തിന്റെ കരുതല്. അപ്പോ ശ്രദ്ധിക്കണം, നിന്നെ ദൈവം സ്നേഹിച്ചത് കൊണ്ട് കർത്താവ് നൽകി എന്താന്ന് കണ്ടോ? എത്ര വില നമ്മൾ കൊടുക്കുന്നുണ്ട് സ്വന്തം പുത്രന്. എന്നെ സ്നേഹിച്ചത് കൊണ്ട്. കാരണം ഞാൻ കിടക്കുന്ന പാപത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയത്തില്ല ദൈവത്തിനറിയാം. എൻ്റെ ആത്മാവിന് രക്ഷയില്ലെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് എന്നെ രക്ഷിക്കുവാൻ, എന്നെ ഒരു കുഞ്ഞ് നശിച്ചു പോകാൻ ഒരു അപ്പനും അമ്മയും ഇഷ്ടപ്പെടുമോ? ഇല്ല. അവൻ രക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ അവൻ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ തന്നെ എൻ്റെ ജീവിതത്തെക്കുറിച്ച് കരുതലുള്ള ഒരു പിതാവ് സ്വന്തം പുത്രനെ എന്നെ സ്നേഹിച്ചത് കൊണ്ട് നൽകി തന്നെന്ന്. അതാണ് ഏറ്റവും വലിയ കരുതൽ. ദാറ്റ്സ് എ സ്പിരിച്വൽ പ്രൊവിഷൻ അല്ലേ? സ്തോത്രം. അപ്പോൾ 1 യോഹന്നാൻ 3:1 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യമുണ്ട്, കാൺമീൻ നാം ദൈവമക്കൾ. പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. എങ്ങനെ ഈ സ്നേഹത്തിൽ കൂടെ വന്നത്? പുത്രനായ യേശുക്രിസ്തുവിനെ. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ ലോകത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ കരുതൽ, ദാനം എന്ന് പറയുന്നത് സ്വന്തം പുത്രനെ നൽകിയതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അല്ലാതെ നമുക്ക് നൽകിയ പണമോ, നമുക്ക് നൽകിയ വസ്ത്രമോ, നമുക്ക് നൽകിയ ആഡംബരമായ വീടുകളോ കാറുകളോ ഒന്നുമല്ല. അതിനേക്കാൾ ഉപരി നമ്മെ ദൈവം സ്നേഹിച്ചത് തൻ്റെ പുത്രനെ നൽകിയാ സ്നേഹിച്ചത്. അതാണ് ദൈവത്തിൻ്റെ കരുതൽ എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. തൻ്റെ പുത്രനെ നൽകിയ ദൈവം. അപ്പോൾ ഒന്നാമത്തെ സ്പിരിച്വൽ പ്രൊവിഷൻ എന്ന് പറയുന്നത് സ്വന്തം പുത്രൻ. രണ്ടാമത്തെ കാര്യം നമ്മുടെ ആത്മരക്ഷ, നമ്മുടെ രക്ഷ. അതും ദൈവത്തിൻ്റെ ഒരു കരുതലാണ്. യോഹന്നാൻ 4:16, 4:6 വാക്യം, 14:6 വാക്യം, 14:6. ജോൺ ചാപ്റ്റർ 14:6. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. മതി. ദൈവം മനുഷ്യവർഗത്തിന് ഒരുക്കിയ രണ്ടാമത്തെ കരുതലാണ് മനുഷ്യനെ ഉള്ള രക്ഷ, പാപത്തിന്റെ കുഴിയിൽ നിന്ന് രക്ഷ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഏദൻ തോട്ടത്തിൽ പിതാവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യവർഗത്തിന്റെ ആ ബന്ധത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ കർത്താവ്, നാം പാപത്തിൽ കിടന്നപ്പോൾ അതിൽ നിന്ന് കർത്താവ് നമ്മെ രക്ഷിച്ചു. അപ്പോൾ കർത്താവ് നൽകിയ രക്ഷയാണ് രണ്ടാമത്തെ ദാനം എന്ന് പറയുന്നത്, സാൽവേഷൻ. ഓക്കെ, സ്തോത്രം. നമുക്കറിയാം ആദാമിൻ്റെ അനുസരണക്കേട് നിമിത്തം നഷ്ടപ്പെട്ടു പോയ ആ ബന്ധം പുത്രനായ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് വീണ്ടും പ്രാപിപ്പാനിടയായി.
അതാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ കരുതൽ. മൂന്നാമത്തെ കരുതൽ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ഒരു കാര്യസ്ഥനെ കരുതി. ഒരു കാര്യസ്ഥനെ കരുതി, അല്ലേ? സ്തോത്രം. വായിച്ചേ, യോഹന്നാന്റെ സുവിശേഷം 14:16 വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ എന്നേക്കും നിങ്ങളോട് കൂടിയിരിക്കേണ്ടതിന് നിങ്ങൾക്ക് ഒരു കാര്യസ്ഥനെ കരുതി. See, that's another provision. കർത്താവ് നമുക്ക് നൽകിയ മറ്റൊരു കരുതലാണ് നമ്മോട് കൂടിയിരിക്കേണ്ടതിന്, അല്ലേ? ആര്യാ? ഒരു കാര്യസ്ഥനെ അവൻ കരുതി. സ്തോത്രം. അതിന്റെ 26 വാക്യം കൂടെ. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും നിങ്ങൾക്ക് ഉപദേശിക്കും, നിങ്ങളെ ഓർമ്മപ്പെടുത്തും, പാപത്തെക്കുറിച്ച് ബോധം വരുത്തും, നീതിയെക്കുറിച്ച് ബോധം വരുത്തും. അത് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. കാര്യസ്ഥനെ അവൻ നമുക്ക് വേണ്ടി നൽകി തന്നു. അതാണ് ദൈവത്തിന്റെ മറ്റൊരു കരുതൽ. ഹല്ലേലൂയ. മറ്റൊന്നാണ്, സ്തോത്രം, ഹല്ലേലൂയ, മൂന്നാമത്തെ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി കരുതി. മറ്റൊന്നാണ് ശക്തി, ദ പവർ. വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ തന്നെ അത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാണ് എന്ത്? ശക്തി, പവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താ ശക്തി എന്ന് പറഞ്ഞാൽ? പവറിനെ ഒന്ന് ഡിഫൈൻ ചെയ്തേ. എനിക്ക് സമയമില്ല, എനിക്ക് പെട്ടെന്ന് പോകാൻ. പവറിനെ ഒന്ന് ഡിഫൈൻ ചെയ്തേ. പവർ എന്ന് പറഞ്ഞാൽ എന്താ? ഇത്രേ ഉള്ളൂ. എബിലിറ്റി ടു ഡു ഓർ ആക്ട്. എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവ്. അത്ര ഓർത്താൽ മതി. സയൻസ് ഒക്കെ പഠിച്ചവരാ. സ്തോത്രം. ഓക്കെ, അപ്പോൾ അതാണ് പവർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ശക്തി ഉണ്ടെങ്കിലേ നമുക്ക് ഒരു ആത്മീയ ജീവൻ നയിക്കാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി കർത്താവ് എന്താ നൽകി? സ്തോത്രം, ഈ ശക്തി നൽകി. എങ്ങനെ ഈ ശക്തി നമുക്ക് ലഭിക്കുന്നേ? ഈ ശക്തി ലഭിക്കുന്നത് എങ്ങനെയാ? അവിടെ തൊട്ട് പറഞ്ഞ് ആ വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് തന്നെ ഉണ്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് ശക്തി ലഭിക്കണം. അപ്പം ശക്തി വേണോ? ആത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ നമുക്ക് ശക്തി ലഭിക്കത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ താഴോട്ട് വാക്യങ്ങൾ, ഒത്തിരി വാക്യങ്ങളുണ്ട്. സ്തേഫാനോസുള്ള ബന്ധത്തിൽ 6-8 വാക്യം, സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അപ്പോൾ ശക്തി ഉണ്ടെങ്കിലേ അത്ഭുതം ചെയ്യാൻ പറ്റത്തുള്ളൂ, ശക്തി ഉണ്ടെങ്കിലേ അടയാളം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം ശക്തിയോടുള്ള ബന്ധത്തിലാണ്. കർത്താവ് നൽകിയ മറ്റൊന്നാണ് ശക്തി. മറ്റൊന്നാണ് അധികാരം, അതോറിറ്റി, അല്ലേ? സ്തോത്രം. ഈ ശക്തി എന്ന് പറയുമ്പോൾ പവറുണ്ട്. പക്ഷെ പവർ നമ്മുടെ ജീവിതത്തിൽ വന്നില്ലെങ്കിൽ വല്ല ഗുണമുണ്ടോ? ഒന്നുമില്ല, ഒരു ഗുണമില്ല. സ്തോത്രം. പവർ ഉണ്ടെന്ന് എങ്ങനെ അറിയുന്നേ? നമ്മൾ ശക്തി ഉണ്ടെന്ന് എങ്ങനെ അറിയുന്നേ? ഇവിടെ ഇപ്പം ഈ മൈക്ക് പ്രവർത്തിക്കുന്നു. ഈ മൈക്ക് പ്രവർത്തിക്കുന്നതിനൊരു ശക്തിയുണ്ട്. ഇതുണ്ടെന്ന് എങ്ങനെ അറിയുന്നേ? സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്, അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. ഇത് സൗണ്ട് കേൾക്കണമെങ്കിൽ ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കേബിൾ ഉണ്ട്, അല്ലേ? ഒരു വയറുണ്ട്. നമുക്ക് ഇതിനകത്തെല്ലാം നമ്മുടെ വീട്ടിലെല്ലാം ഇലക്ട്രിസിറ്റി ഉണ്ട്. പവർ ഹൗസ് ഉണ്ട്. പവർ ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഇലക്ട്രിസിറ്റി വരണമെന്ന് നിർബന്ധമുണ്ടോ? ലൈറ്റും ഉണ്ട്, ബൾബും ഉണ്ട്, സ്വിച്ചും ഉണ്ട്, എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. വില കൂടിയ സാധനമാണ്. പക്ഷേ ഇതങ്ങോട്ട് ഇട്ടാൽ കത്തണമെങ്കിൽ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. കണക്ട് ചെയ്താലേ കത്തത്തുള്ളൂ. ഇല്ലെങ്കിൽ വില കൂടിയ സാധനം അവിടെ ഇരിക്കത്തേ ഉള്ളൂ, എ സി ഒക്കെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ കണക്ട് ആവണം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതം ഫലവത്തായി തീരണമെങ്കിൽ, ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ദൈവമായിട്ട് കണക്ട് ചെയ്യപ്പെടണം. അപ്പോഴാണ് ഈ പവർ നമ്മളിലേക്ക് വരുന്നത്. ഈ പവർ ലഭിക്കുമ്പോഴാണ് സ്തോത്രം പലതിന്മേൽ ജയിക്കാൻ കഴിയുന്നത്. പാപത്തെ ജയിക്കാൻ, രോഗത്തെ ജയിക്കാൻ, ലോകത്തെ ജയിപ്പാൻ, പാപത്തെ ജയിക്കാനൊക്കെ നമ്മെ സഹായിക്കുന്നത് ഈ പവർ അകത്തുണ്ടെങ്കിലാണ്. ഇത് വേണമെങ്കിൽ ഒരു ബന്ധം ആവശ്യമാണ്. മൂന്നാമത്തെ അടുത്ത കാര്യമാണ് അതോറിറ്റി, അധികാരം. ശിഷ്യന്മാർ കർത്താവ് കൊടുത്ത ഒരു കാര്യമുണ്ട്. അപ്പോൾ ലൂക്കോസിന് 10-19 വാക്യം. ലൂക്കോസ് 10:19 വേഗത്തിൽ പെട്ടെന്ന് വായിച്ചു. അതുകൊണ്ട് വായിച്ചു നിർത്താം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം. ഇത് എവിടെ നിന്ന് ലഭിക്കുന്നതാ?
ഇതെവിടെ നിന്ന് ലഭിക്കുന്നതാ? ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാ. സ്തോത്രം. നമ്മൾ വലിയ ആളാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അധികാരം ഇല്ലെങ്കിൽ ഒരു ഗുണമില്ല. സ്തോത്രം. പക്ഷേ അധികാരം ഉണ്ടെങ്കിലുണ്ടല്ലോ, നീ ഒന്നുമില്ലാത്തവനാണെങ്കിലും നിനക്കൊരു പവറുണ്ട്. ഹല്ലേലൂയ. ട്രാഫിക് ലൈറ്റ് നിൽക്കുന്ന പോലീസുകാരനെ കണ്ടുണ്ടോ? സ്തോത്രം. എന്തുകൊണ്ടാ എത്ര വലിയ വണ്ടി വന്നാലും ഇങ്ങനെ കാണിച്ച് അവിടെ നിൽക്കുന്നേ? എന്താ കാര്യം? അവൻ ഇട്ടേക്കുന്ന യൂണിഫോമിനേക്കാൾ ഉപരി അവൻ്റെ അധികാരം അല്ലയോ? ഇത് എല്ലാ ദിവസവും പുള്ളി ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്ന ആളാ. ഡ്രൈവർമാർക്കെല്ലാം പുള്ളി അറിയാം. പുള്ളി യൂണിഫോം ഇട്ട് തൻ്റെ ഡ്യൂട്ടി ചെന്ന് ചെയ്യും. പുള്ളി കൈ കാണിക്കുമ്പോൾ വണ്ടികൾ നിർത്തും. ഒരു ദിവസം പുള്ളി യൂണിഫോം ഇല്ലാതെ നോർമലായിട്ട് അവിടെ ചെന്ന് നിന്നിട്ട് കൈ കാണിച്ചാൽ ആരും നിർത്തുമോ? പുള്ളി വിചാരിക്കുക എല്ലാവരും എന്നെ പരിചയമുള്ളവരാ, എന്നാൽ ഇന്ന് കയറിയ യൂണിഫോം ഒന്നും വേണ്ടാന്ന് പറഞ്ഞെടുക്കരുന്ന ഇല്ല. അവിടെ അധികാരം ഇല്ലാതെയുണ്ടാ. സ്തോത്രം. അപ്പോൾ അധികാരമുണ്ടെങ്കിലുണ്ടല്ലോ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അധികാരം വേണം. ഇവിടെ പറഞ്ഞിരിക്കുന്നു പാമ്പുകളെയും തേളുകളെയും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഓർത്തോണേ, നമുക്കെതിരെ വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളുടെ മേൽ നമുക്കൊരു അധികാരം കർത്താവ് നൽകിയിട്ടുണ്ട്. ഈ അധികാരം നമ്മൾ വിനിയോഗിക്കണം. ഇന്ന് പകൽക്കാലം നമുക്കൊരു അധികാരം, അതാണ് സ്പിരിച്വൽ പ്രൊവിഷൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അധികാരം നൽകിയിട്ടുണ്ട്. ഈ അധികാരമാണ് സൂര്യനെ പിടിച്ചു നിർത്തിയത്. ഈ അധികാരമാണ് ചന്ദ്രനെ പിടിച്ചു നിർത്തിയത്. ഈ അധികാരമാണ് ചന്ദ്രനെ വിഭജിച്ചത്. ഈ അധികാരമാണ് രോഗികളെ സൗഖ്യമാക്കിയത്. ഈ അധികാരം കർത്താവ് എനിക്ക് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു ശത്രുവിനെ കണ്ട് പേടിച്ച് ഓടുകയൊന്നും വേണ്ട. ഹല്ലേലൂയ. പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് തന്ന അധികാരത്തോടെ പറയാൻ, കൽപ്പിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഇത് ശക്തിയിലും അധികാരമാണ് നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു ചില പൈശാചികനെ നോക്കി നീ കൽപ്പിച്ചാൽ മതി. പൗലോസ് ഒരിക്കൽ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ തന്നെ പിൻപറ്റിയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളോട് തിരിഞ്ഞു ഒറ്റ വാക്ക് പറഞ്ഞതേ ഉള്ളൂ. വായിച്ചതിന് 16-ന്റെ പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളുടെ ഭൂതത്തോട് അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? ഇറ്റ് ഈസ് അതോറിറ്റി. എവിടുന്ന് കിട്ടി? ഇറ്റ്സ് ഫ്രം ഗോഡ്. ദാറ്റ് അതോറിറ്റിയില് അവളെ നോക്കി പറഞ്ഞു, അവളുടെ ഭൂതത്തെ നോക്കി പറഞ്ഞു വിട്ടുപോ. ഇന്ന് പകൽക്കാലം ഈ അധികാരം കർത്താവ് നൽകിയിട്ടുണ്ട്. എത്ര പേർക്ക് അധികാരം ലഭിച്ചിട്ടുണ്ട്? അധികാരം ലഭിച്ചവർ സ്തോത്രം. അല്ല, നിങ്ങളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ നോക്കി, ഏത് മണ്ഡലം വെല്ലുവിളിച്ചാലും അതിനെ നോക്കി വിളിച്ചു പറയണം. അധികാരത്തോടെ കൽപ്പിക്കാൻ തയ്യാറാകണം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ന് പകൽക്കാലം ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. നമുക്ക് അധികാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം സ്പിരിച്വൽ പ്രൊവിഷനാണ് കർത്താവ് നമുക്ക് നൽകിയേ? 1, പുത്രനായ യേശുക്രിസ്തുവിനെ നമുക്ക് നൽകി. 2, അവൻ നമുക്ക് കാര്യസ്ഥനെ നൽകി. 3, ശക്തി നൽകി, അധികാരം നൽകി. ഇതെല്ലാം കർത്താവിൻ്റെ സ്പിരിച്വൽ പ്രൊവിഷനാണ്. അതിനേക്കാൾ ഉപരി ഏറ്റവും ശ്രേഷ്ഠമായത് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീരുവാൻ തൻ്റെ പുത്രനെ നൽകിയതാണ്. ഇന്ന് പകൽക്കാലം എല്ലാ കണ്ണുകളും അടയട്ടെ.